എന്റെ ലൈവില് 18+ ആണ്. ഇപ്പൊ ഇത് 18+ അല്ലാത്ത എല്ലാരും ഇറങ്ങി പോകേണ്ടതാണ്. വല്ലതൊക്കെ പറയും. മാനഹാരിയെല്ലാം പോയി. അങ്ങനെ അങ്ങനത്തെ ബാഡായിട്ട് രീതി സംസാരിക്കില്ല നമ്മള്. ഞാൻ കുനിഞ്ഞപ്പോ പേന് സത്യം സാറേ. സംസാരം ഇല്ല. ഇതെല്ലാം കള്ള ഇപ്പൊ ജീവിക്കുന്ന കാര്യം. നമ്മൾ ഇത്ര നേരം തമാശ പറഞ്ഞിരുന്നില്ലേ? അപ്പൊ അത് ഞാൻ പറഞ്ഞത്. ചെലപ്പോ പറയാൻ പെണ്ണുങ്ങളെ നമ്പാൻ കഴിയില്ല, മനസ്സിലായി. പെണ്ണിനെ അമ്പിനാ ഊമ്പിനാണ്. അപ്പൊ ഓറ് ചെലപ്പോ നമ്മളെ ഇതാക്കും, നമ്മള് ഇതെന്ന് പറഞ്ഞിട്ട് മുഞ്ചിക്കും. പറയാൻ പറ്റൂല. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ച, അങ്ങനെയല്ല. നീ എന്താണ് ഇപ്പൊ പറഞ്ഞത്? അങ്ങനെയാ അങ്ങനെയാ പിന്നെ അങ്ങനെ പെണ്ണിനെ നമ്പിനാ ഊമ്പിനാ. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയുന്നേ. ഈ സിറ്റിയില് ചന്ദ്രു മാത്രമേ അലിനെ ചേച്ചിനെ ഇത്ര നാള് നോക്കിയിട്ടുള്ളൂ. വേറെ അരങ്കെന്ന് നോക്കിയേ, അരങ്ക് ഒരാൾ പെർമനന്റ് ആയിട്ട് നോക്കിയിട്ടുണ്ടോ? നോക്കിയേ. ഒരു മന്ദാരത്തിന് ഒരു ഉദാഹരണം. ഒരു ദിവസം സെറീന, ഒരു ദിവസം ആണിന്റെ ക്വാളിറ്റി അല്ല. അപ്പൊ അപ്പുറത്തെ സൈഡ് പെണ്ണുങ്ങല്ലേ. ഇപ്പൊ ഓരോരാള് ഓരോ സമയത്ത് ഓരോരാള്. ഇതാ ഇപ്പൊ ഒരു വെറ്റൊക്കെ ഞാൻ പറയാം. മന്ദാരം മാത്രല്ല, ഇപ്പൊ ഒരു പിന്നെ മറ്റേ ആസിന്റെ പെണ്ണ് ഇപ്പൊ ഷെയ്ക്കിന്റെ പെണ്ണ. പിന്നെ മറ്റേ ബാറാരാഞ്ഞ് മറ്റേ സാത്താന്റെ പെണ്ണ് കണ്ണാപ്പിന്റെ ഇല്ല മാമ. നമുക്ക് എന്തൊക്കെ കാര്യം ആലോചിച്ച് നമുക്ക് ഇതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കണം. പക്ഷെ മുച്ചിരിക്കും അങ്ങനത്തെ ടെൻഷൻ ഇല്ല. കാരണം ഗേ ആവണ്ടേ, അവന് ഗേ ആവണ്ട. അവന് എടാ അതല്ല, നമ്മളൊക്കെ അങ്ങനത്തെ ഒരു എന്റർടൈൻമെന്റ് ഒന്നുമില്ല. നമ്മളെന്ത് വേറെ പെമ്പിളുടെ ഡേറ്റ് ചെയ്യത്തുള്ളൂ. ഇതിപ്പോ നിങ്ങളെ പാക്കൂല. എടാ ഞാൻ ജെട്ടിപ്പള്ളിയിൽ കുറെ നേരം ഇവിടെ പോരടിച്ചിരിക്കുന്നു. നീ എവിടെ? എന്താ പരിപാടി? അലീനാണോ നിന്റെ കൂടെ? ഇല്ല. ശരി ശരി എന്നാ നടക്കട്ടെ. ചന്ദ്രു മാമ റെഡി അത്രേ കുഞ്ഞിക്ക്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ? എന്നോട് മാമൻ തരാ പറഞ്ഞേ. എന്നോട് ഇപ്പൊ മാമൻ തരാ പറഞ്ഞേ. ഞാൻ കുഞ്ഞിരുന്നാ നീ എത്ര തവണ എന്നെ പ്ലക്കാ, അത്ര തവണ ഞാൻ കുഞ്ഞിക്കാം. കുഞ്ഞിക്കാണ് ഞാൻ ചെയ്യാം, എനിക്ക് പ്രശ്നമില്ല. ഐ എം ഓൺലി ഫോർ എന്റർടൈൻമെന്റ്. ഞാൻ ഇതെന്റെ ഒരു ഇത് കരിയർ ആയിട്ട് ചെയ്യുന്നു. പരിപാടി ഫണ്ണ് വേണോ? ഫണ്ണ് ഫണ്ണ് വേണോ? ഫണ്ണ് ലവിയും വേണ്ട വേണ്ട. അറിയുന്ന ആൾക്കാരെ ഞാൻ ചെയ്യൂല, അറിയുന്ന ആൾക്കാരെ ഞാൻ ചെയ്യും, അറിയാത്ത ആൾക്കാരെ സൂര്യബോസാ? അല്ല അല്ല അല്ല. ചന്ദന്റെ ചെറുക്കനുണ്ടല്ലോ, പറയാതിരിക്കാൻ വയ്യ. വിഷമായിട്ട് വരുന്നുണ്ട്. എന്നെ വെടിവെച്ചു ഗാർബേജ്. അവന്റെ നീളമുള്ള ഒരു തോക്കും അവനെ പറ്റി അനാവശ്യം പറയല്ലേ. അറിയാലോ ഞാൻ കൂടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ സൂര്യബോസിനാണല്ലേ ഗണ്ണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. സൂര്യബോസിന്റെ ആണല്ലേ AR അല്ലേ? ഓക്കെ ഓക്കെ. ആ സൂര്യബോസിന് മറ്റേ കഞ്ചാവൊക്കെ വിടലുണ്ടല്ലേ സാറേ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? സൂര്യബോസ് ചന്ദ്രന്റെ ഉപ്പ, ചന്ദ്രന്റെ മോ. എന്താ നിന്റെ മാത്രല്ല മനസ്സിലായില്ലേ? നമ്മളേ ഉണ്ട്. അവൻ വലിയ ഫ്ലെക്സിങ് ആക്കുന്നു. അവന് എലി ഓടിക്കാനും പോലും അറിയില്ല, കാണുമ്പോ മനസ്സിലാവും. കണ്ടാ, അവന് എലി ഓടിക്കാൻ അറിയില്ല. എല്ലാത്തിനും അതിന്റെ ഇതുണ്ട്. ഇതാരും അപ്പുറത്ത്. ഹലോ ഈ ഞാൻ കാര്യം പറയാ, പെണ്ണുങ്ങളും കുട്ടികളും നമ്മളെടുത്ത് വരാട്ടെ, പ്രശ്നമാവും. അങ്ങനല്ല നമ്മുടെ വായിൽ നിന്ന് അറിയാതെ അഭ്യവാസങ്ങൾ വന്നെങ്കിലേ അഭ്യഹാസങ്ങൾ
ഇത് ബെഡ്ക്ക് വന്നാല് പ്രശ്നമാണ്. അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യല്ലേ ബേബിലെ. പറയുമ്പോ പറയണം നമ്മളോട് ഒരു പെണ്ണുണ്ടെന്ന് പറയണം. അപ്പൊ നമ്മൾ സേഫ് ആയിട്ടേ നിൽക്കും. അല്ല സാറേ പോലീസുകാർക്കറിയാം. ഹലോ അലീന സിറ്റിയിലുണ്ടാ? അതുകൊണ്ടല്ലേ കോള് കിട്ടിയത്. അതുകൊണ്ടല്ലേ കോള് കിട്ടിയത്. എവിടാ എന്താ പരിപാടി? ഞാന് മിസ്റ്റർ എക്സ് ആയിട്ട് ഒരു മീറ്റിംഗ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ നീ ഇവിടെ മറ്റേ ഇങ്ങോട്ടുള്ള ഇതുവഴിയുള്ള കാറിൽ പാസ് ചെയ്ത മുതുക്ക് വഴി പെട്രോൾ മറ്റേ മുതുക്ക് പമ്പ് വഴിയല്ല? വെള്ളക്കാരാണോ? ആ നിന്നെ പോലെ ആരെ പോലെ തോന്നി. ഇപ്പൊ വിളിച്ചൊക്കെ കിട്ടിയായിരുന്നു. ആ എലിയൊക്കെ ഉണ്ടാ? ഞാൻ പറഞ്ഞു മിസ്റ്റർ എക്സിൽ എല്ലാരും വിശ്വസിക്കാൻ കൊള്ളൂലേ. സാറേ ആണുങ്ങളെ കേസുണ്ടോ? അല്ല ഒന്ന് ചോദിക്കൊന്ന് കൺഫേം സാറേ. ഇപ്പൊ നമ്മൾ ഒരാളെ പീഡിപ്പിച്ചാൽ ആണുങ്ങളെ കേസുണ്ടോ? ആണുങ്ങളല്ലേ? ആണുങ്ങൾക്ക് വിലയില്ലല്ലോ ഈ ലോകത്ത് ആണുങ്ങൾക്ക് വിലയില്ലല്ലോ. അപ്പം അല്ലടാ നീ നിന്റെ സാറിനെ പോടാ വിളിക്കണം. നീ എന്താ സാറിനെ വിളിക്കോ സാറേ? എന്താ സാറ് പറയുന്നേ? ഞാൻ ചന്ദ്രനെ വിളിച്ചയാ. എന്താ? അല്ല ശേ ലെവിനെ. ലെവിനെ വിളിച്ച നിന്നെ എന്നാ വിളിച്ചേ? പ്രശ്നം ഉണ്ടായിക്കേ? സാറേ അതായത് യവൻ ഗേ ആണ് സാർ. അപ്പൊ യവൻ ഇതുപോലെ ഏതെങ്കിലും ആണുങ്ങളെ തൊട്ടൊരുമി ആണ് സാറേ. ഇല്ല സാറേ അവങ്ങനെ പറയും സാർ, അവങ്ങനെ പറയും. പക്ഷെ ആള് നീ പറഞ്ഞ എനിക്ക് മനസ്സിലാവില്ല മുശ്ശേരി. നീ ഒരു ചെറുക്കനെ നട്ടുച്ചക്ക് എടുത്ത് റൂമിലോട്ട് പ്ലക്കിയിട്ട് നിനക്ക് എന്റർടൈൻമെന്റ് എന്നാ? പിന്നെ ഒരുത്തിനെ തുടിക്ക കളിച്ചിട്ട് അലിയ ഏപ്പല്ലേ പെണ്ണുങ്ങളും വെച്ചോണ്ട് പേരല്ലേ ഇത് കേസാവും മോനെ. സാറേ ഇവനുണ്ടല്ലോ നമ്മുടെ വീട്ടില് ഒരാളെ കൊണ്ടുവന്നായിരുന്നു ഉച്ചക്ക്. അപ്പൊ അവൻ ചെറുതായിട്ടൊന്ന് വിത്ത് ഹിസ് പെർമിഷൻ അവനൊന്ന് പ്ലക്ക് ചെയ്യാറുണ്ട് സാർ. അങ്ങനെയുള്ളവർ നമ്മൾ എന്താ പറയാ നോർമലി? അത് അതിൽ പറയല്ലോ, അതിൽ വേറെ നാണക്കേടെന്ന് വിചാരിക്കണം. അവന്റെ താല്പര്യമാണ്, അവന്റെ സാറേ പ്ലക്കിയാളോ സാറേ പ്ലക്കിയാളോ. എടാ ഇതാരാണ്? അന്നേരെ പറഞ്ഞ മാണ്ടാന്ന് ഞാൻ കൊണ്ടുവരല്ലാന്ന്. ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ ഞാനും ഞാൻ മാണ്ട പറഞ്ഞു നീ പണ്ടെല്ലാം ചാച്ചു പറഞ്ഞപ്പോ ഞാൻ കാര്യം ചെയ്യട്ടെ. ഇതാ പേരെന്താണ്? ഇയാളെ പേരെന്താ? എന്റെ പേര് ചാപ്സ് പാർക്കർ. എടാ പാർക്കർ, അപ്പൊ ഞാൻ കാര്യം ചെയ്യട്ടെ. ശരിക്കും നിനക്ക് നിന്റെ പെർമിഷനോട് കൂടിയാണ് അവൻ നിന്നെ യൂസ് ചെയ്തത്? അവൻ എന്തോ എടുക്കാ കുനിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓനോട് പറഞ്ഞേ ഒരു ഫണ്ണൊക്കെ വേണ്ടേ, മൂവിയൊക്കെ കാണുന്ന പോലെ ഫണ്ണൊക്കെ വേണ്ടേ. അപ്പൊ കമ്പാരിസൺ മൂവി കാണുന്നത് ഇതെന്തൊരു ഫണ്ണാടാ ഇത്? സിനിമ ഒന്ന് താഴെ എടുക്കുമ്പോ എന്തോ താഴെ വീണത് എടുക്കാൻ വേണ്ടിട്ട് കുനിയുമ്പോഴത്തേക്കും നീ കയറി ഫ്ലക്കണാണ് നിന്റെ ചന്ദ്രൻ. ഞാൻ പറയുന്നേക്കെ നീ പറഞ്ഞ കേൾക്കാനും പറ്റൂല. ഏറ്റൊക്കെ ഒന്ന് പറയുന്നേക്കെ ഗൂസ് ബംപ്സ് സീൻസ് അല്ലേ ഇപ്പൊ കോമഡി സീൻസ് ഉണ്ട്. പിന്നെ അങ്ങനെ തന്നെ ബായിലിടല്. എന്റെ ലൈവില് 18+ ആണ് ഇപ്പൊ. ഇത് എല്ലാരും ഒന്ന് 18+ അല്ലാത്ത എല്ലാരും ഇറങ്ങി പോകേണ്ടതാണ്. വല്ലതൊക്കെ പറയും. അയ്യോ സോറി ഇസ്മായിലി കത്തിപ്പോയപ്പോ പറയാ ആൾക്കാരെ ഫ്രീയല്ലേ പെർമിഷൻ റൂമിലേക്ക് ചന്ദ്രന്റെ റൂമില് ചന്ദ്രന്റെ റൂമിലല്ല ചന്ദ്രന്റെ റൂമിലല്ല. പിന്നെ ചന്ദ്ര പറയാൻ പറ്റില്ല. ഇപ്പൊ മറ്റേ എല്ലാരും ഇങ്ങനെയാണ് പറയണം. മറ്റേ
പീഡിപ്പിച്ച് കഴിഞ്ഞിട്ട് അവസാനം കൈ ഒഴി മനസ്സിലായി പറയാൻ പറ്റില്ല ചിലപ്പോ ഇവനെ ആ, interest സത്യം, കാണിച്ച് സത്യം. കാണും മനസ്സിലാ ഞാൻ സിറ്റിയിലൊരു പെണ്ണിനെ സെറ്റ് ആക്കാൻ വേണ്ടി കുറെ കാലം നടക്കുന്നു ഇപ്പൊ നിന്റെ പെർമിഷനില് നീ മറ്റേ എല്ലാ റൂംപിക്കുന്ന പോലെ നീ എന്നെ ഊമ്പിക്കുന്ന ഞാൻ പറയുന്നില്ല അത് എന്ത് സംഭവം നിന്റെ അതെ. പെർമിഷനില് നീ ഒന്ന് കേസാക്കാൻ വേണ്ടി എടാ, എന്റെ തലയിൽ എടാ, എടാ, പെണ്ണ് കേസാണ് എടാ. എന്നാ ഒരു പീടി പറയാ കൊണ്ടുവരടിച്ചു എടാ ഇത് കേസ് കൊടുക്കാം അല്ല അവൻ എന്റെ കുടുംബത്തിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തെറ്റ് ചെയ്ത അവൻ നിയമത്തിന് മുന്നിൽ അവൻ അത് അക്സെപ്റ്റ് ചെയ്യണം കേസ് കൊടുക്കാം എടാ നിന്റെ പെർമിഷൻ കൂടെയാണ് സ്റ്റേഷനിൽ പോവാ അല്ല ഒന്നല്ലെങ്കിൽ നീ ഗേ ആണെന്ന് അക്സെപ്റ്റ് ചെയ്യണം ശരി അല്ലെങ്കിൽ നീ കേസ് ക്യാമറ ഓൺ ആയിരുന്നു ക്യാമറ ഓണായിരുന്നു ഒപ്പോ തുടിക്കുക കാണുന്നത് നമുക്ക് ലീക്ക് ചെയ്യും ഇച്ചിരി നാളെ എടാ ഇത് കേസ് കൊടുക്കാം എന്റെ ഒരു പറഞ്ഞ് ക്യാമറ ഒന്നുമില്ല ഇനി വാന്ന് പറഞ്ഞ് പിടിച്ചാലും ഞാൻ ഞാൻ അവനോട് പറഞ്ഞെന്താ ചന്ദ്രു ക്യാമറ ഒന്നും ഇല്ല നമുക്ക് സുഖമായിട്ട് പ്ലക്കി വിടാന്ന് പറഞ്ഞു അപ്പോഴാണ് പറഞ്ഞത് സുഖമായിട്ട് വിളക്കി വിടെ പല കേസ് സംസാരിക്കാൻ വേണ്ട അവസ്ഥ നിനക്ക് ഒന്ന് എടാ നിനക്ക് കേസ് കൊടുക്കണോ അതിന്റെ മാനഹാരിയെല്ലാം പോയി കേറി എല്ലാരും ഇപ്പോഴും ജയിലിൽ നിൽക്കുന്നേ ഇതായിരുന്നില്ല ഫോണെ വാങ്ങിട്ട് ഉച്ചിരി കേസ് സംസാരിക്കാം മൊളസ്റ്റേഴ്സിനെ നമ്മള് കൂടെ പ്രകൃതി വരുന്ന എടാ അവര് ഇവിടെ പീടി നിപ്പുണ്ടാവും ഓഫീസർ തോന്നിക്കും ആള് പോയി ഇല്ല തോന്നി അച്ഛനെ ഒന്ന് മാറണേ ഒന്ന് മാറട്ടെ ഓക്കെ ബ്രോ ഹലോ എന്നിട്ട് വേദന ഉണ്ടായിരുന്നോ ബ്രോ സാറേ സ്റ്റേഷനിലോട്ട് ഇല്ല സ്റ്റേഷനിലോട്ട് വരാം സാറേ ഒരു കാര്യം സ്റ്റേഷനിലോട്ട് വരാമോ സീരിയസ് കേസാണ് ആ സാറേ സീരിയസ് എടാ ഐറ എടാ നീ പറയണം അവന് സമ്മതമില്ലാണ്ട് എന്നെ TV ഗ്യാങ്സ് ഒന്ന് നിന്റെ സമ്മതം ഉണ്ടെന്ന് പറയില്ലേ ഇതില് നീ ഒന്ന് നീ ടിവിയുടെ റിമോട്ട് TV ആണ് വരുന്നത് TV റിമോട്ട് കൈ നീളപ്പത്തേക്ക് എടുക്കാൻ കുനിഞ്ഞ് അന്നേരമേ അനാവശ്യമായിട്ട് അങ്ങനെ അങ്ങനല്ല അപമര്യാദയായിട്ട് പെരുമാറി എന്ന് പറയണം അപമര്യാദയായിട്ട് എന്റെ അടുത്ത് പെരുമാറി അപ്പൊ എനിക്കതിൽ പരാതിയുണ്ട് കാരണം അവൻ ബാഡ് ടച്ച് ആണ് ചെയ്യുന്ന പറഞ്ഞത് എനിക്ക് ഗുഡ് ടച്ച് ആയിട്ട് ഫീൽ ചെയ്തില്ല ഫുൾ ബാഡ് ടച്ച് ആയിരുന്നു പറഞ്ഞാല് ഫുള്ള് വേടന് ശരിക്കും നിനക്ക് വേടാ കളിയാ ഞാനറിഞ്ഞപ്പോ പ്ലക്കൂന്ന് ഡീപ്പായിരുന്നോ എങ്ങനെയായിരുന്നു അത് എക്സ്പീരിയൻസ് അതിനെ കൊന്നെ കഴിഞ്ഞേക്ക് 2 സെക്കൻഡ് അത്രേ ഉള്ളൂ അങ്ങനത്തെ ബാഡായിട്ട് രീതി സംസാരിക്കില്ല നമ്മളൊന്നും ബാഡ് എടാ നമ്മളെ അതെ പ്രതി തരട്ടെ ഉച്ചിരി പോടാ നമ്മള് കേസ് വെക്കാം നമ്മള് കേസ് കേസ് ഒന്നല്ല ആണ് കേസ് വലിയ സീനില്ല കാരണം മാനഹാരിയെല്ലാം പോയി നടക്കൂലത് എടാ ഇല്ല അവൻ കേസ് മുച്ചിരി നീ പുറത്തേക്കിനെ സംസാരിച്ചിട്ട് വന്നാല് ആ നീ പിന്നെ സംസാരിച്ചാൽ നീ പോലീസ് അതായത് നിന്നെ വിളിക്കാൻ നീതി വേണം പുറത്തിരിക്കാം ഇവിടെ ഇരിക്കാം എടാ ഇനി നിനക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാ ഇല്ല അതിന് അങ്ങോട്ടൊന്നും എത്തിക്കില്ല അതിന് മുന്നേ കഴിഞ്ഞിക്കത് ഇത്തിരി പെട്ടെന്ന് വന്നു 2 സെക്കൻഡ് തീർന്നിട്ട് നീ ഭയങ്കര ഫാസ്റ്റ് ആണാ 2 സെക്കൻഡ് ഉണ്ട് ഞാൻ 2x പറഞ്ഞു വിട്ടു ഞാൻ പിന്നെ തീർന്നു കൊറേ നേരം ഒന്നില്ല അപ്പന്റെ സ്റ്റീവ് വന്ന് ഞാൻ വൈറലാവും ഞാൻ സെലിബ്രിറ്റി ആണ് അടുത്ത ആഴ്ച ബിഗ് ബോസ് കൊണ്ടേ ഇത് കിട്ടി കഴിഞ്ഞാൽ തീരും ബിഗ് ബോസ് പെട്ടെന്ന് എടുക്കും നീ എന്നിട്ട് ട്രാൻസ്ജെൻഡർ മാറിയാ മതി ട്രാൻസ്ജെൻഡർ LGBT നമ്മുടെ ഒരു പയ്യനും നമ്മുടെ മുച്ചിരിയായിട്ട് എന്തോ ഒരു അവിഹിത ബന്ധമുണ്ടെന്ന് അവനെ കൊണ്ട് സ്റ്റേഷനിലോട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിട്ട് അത് പോക്സാണോ ഇത് പോക്സോ ഇവന് പ്രായമായിട്ടില്ല അത് ഒരു അപ്പൊ ഞാൻ ഇത് സംസാരിച്ചിട്ടേ എന്തായാലും നിങ്ങളുടെ ഫാമിലിക്ക് വന്ന ആ ഒരു ഇതില്ലേ വേദന ഞങ്ങൾ നികത്തും
നിങ്ങളുടെ സൈഡിലാണ് തെറ്റ്. ഓക്കെ നികത്തി തരണം. ഞാൻ സംസാരിക്കട്ടെ പറഞ്ഞ് ഏടിയിൽ ഒത്തിച്ചു അത് പോയി ഐറ ഒന്നും വരില്ല. അത് നോക്കല്ലേ ഇനി. ദൈവമേ, അത് നോക്കേ ചന്ദ്രു ചെയ്യില്ല. നമ്മ പറഞ്ഞിട്ടേ ഇറവനെ സെറ്റാക്കി നടക്കുവായിരുന്നു. അയരെല്ലാം അറിഞ്ഞില്ലേ? എന്ത് ചന്ദ്ര പറഞ്ഞ ഞാനല്ല, ചന്ദ്ര പറഞ്ഞ ചന്ദ്ര കൊന്നോ? ആര് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. എന്താ പറഞ്ഞേ? ഇല്ല, ഇല്ലടാ, പറഞ്ഞില്ല. അല്ലല്ല അറിഞ്ഞ പീഡി എടുത്ത് നമ്മള് സ്റ്റേഷനിലല്ലടാ വരാൻ പറഞ്ഞേ. പക്ഷെ നിന്റെ പേരറിഞ്ഞോ? നിന്റെ പേരറിഞ്ഞോ? നിന്റെ പേരറിഞ്ഞോ? നിന്റെ പേരറിഞ്ഞോ? സാറേ അകത്തോട്ട് ഒന്ന് പോമോ? എടാ അലി, ഞാൻ പീഡിയില് ഒരു സാറേ, ഇത് കുറച്ച് കേസ് പേഴ്സണൽ സ്പേസ് ഉണ്ടെങ്കിലാണ് സാറേ, കുറച്ച് ഇന്റിമേറ്റ് നീ വെച്ചോ കൈ തന്നെ വെച്ചോ. ഞാൻ പറയുമ്പോ പറഞ്ഞേ, നീ കാണുമല്ലോ. സാറേ ഇപ്പറ സാറേ. ശരി, നല്ല സാറായത്. ഓ നടക്കണ്ടല്ലോ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥയില് അവന് സുഖം. അതെന്താ ചന്ദ്രൻ? നിനക്ക് എന്തേലും സാറേ അവരെ അകത്ത് വിളിക്കാം സാർ. അവരെ ഡോർന്ന് ലോക്ക് ആക്കാം സാർ. നമ്മള് പീടി സാർ ഡോർന്ന് ലോക്ക് ആക്കാം സാറേ. അല്ലെങ്കിൽ എടാ സാർ ഇതാണ് ഇത് വിക്ടിം ഇതാണ് സാറേ. എടാ ഒന്ന് പറഞ്ഞു. സാറേ ഇത് നമ്മള് അവൻ പറയട്ടെ. സാറേ ഞാന് ഒരു ഗ്യാങ് ഹൗസ് പുര കാണാൻ വേണ്ടി പോയാലും അപ്പോള് എന്റെ കൂടെ രണ്ടാളുണ്ടായിരുന്നു. ഒരുത്തിന് ഇറങ്ങിപ്പോയി. അപ്പൊ മുച്ചി കണ്ടുള്ള ചെങ്ങായി ഞാൻ ടി വി കണ്ടെടുക്കുമ്പോ റിമോട്ട് എടുക്കുമ്പോ ഇവൻ വന്ന് ഇതാക്കി തന്നെ മാണ്ടാത്ത സ്ഥലത്ത് ഇതാക്കി. അയാൾ സാറേ സംസാരിച്ച കേസ് കൊടുക്കില്ലെന്ന് പറയാൻ വന്ന അയാള്. നമുക്ക് അങ്ങനെ വിടാൻ പറ്റില്ല. എന്നിട്ട് അത് ഫുള്ള് വൈറലായി. സാറേ പുറത്തിറങ്ങിക്കൂടാ. ഡീറ്റെയിൽ ആയിട്ട് പറയാം. കുറച്ച് ഡീറ്റെയിൽ പറയടാ, അവർക്ക് മനസ്സിലാവട്ടെ കേസ്. സാർ പറഞ്ഞത് തോന്നരുത്. സാറേ ബാഡ് ടച്ച് ആണ് ചെയ്തത്. ഞാൻ കുനിഞ്ഞപ്പോ പേൻ സത്യം സാറേ. സാറേ എത്ര ഡീപ്പ് പോയി ഫ്രണ്ടിലോട്ട് വരിക. അങ്ങനെ പറയടാ സാറേ. ഇത് സോറി സാർ സാറേ ഇവന് അപമര്യാദയായിട്ട് പെരുമാറി. പിന്നെ ബാഡ് ടച്ച്. അവനെതിരെ LGBT കുട്ടി കമ്മ്യൂണിറ്റി ടീമൊക്കെ ഉള്ളത്. അപ്പൊ അവനെ തൊടല് ഭയങ്കര റിസ്ക് ആവും. അല്ല ഇപ്പൊ നിങ്ങളും ഇപ്പൊ ഗവൺമെന്റിന് കൊറേ റൂൾസ് കാണുമല്ലോ. അപ്പം സാറേ അപ്പൊ ഇവന് കമ്മ്യൂണിറ്റി ഒന്നും ഇല്ലേ? മനുഷ്യന്മാരല്ലേ സാറാ വന്ന്? ഞാൻ വെറുതെ മുതുക്കിൽ പോയിന്നപ്പോ എന്നോട് പറയാ എനിക്ക് സാറിന് ഇഷ്ടമാണ്, എനിക്കൊരു ജീവിതം തരുമെന്ന് പറഞ്ഞ ഒരു വൈറ്റ് ഡ്രസ് ഇട്ട് വരുന്ന ഇതേമാതിരി ഡ്രസ്. പക്ഷെ ഇതൊന്നും തലമുടി ആൾക്കാർ പഴയതുപോലെ അല്ല ഇപ്പൊ. മനസ്സിലാവും ചെയ്ത സാധനം കുഴപ്പമില്ല. അതൊന്നും ചെയ്യാനില്ല. അപ്പൊ അങ്ങനെ ആയിപ്പോയി. ഇപ്പൊ എന്ത് ചെയ്യാൻ നമുക്ക്? നമ്മ മുച്ചിരുന്ന ഇവിടുത്തെ ഈ എക്സ്ലാൻഡിസിലെ ഗവൺമെന്റിന് അങ്ങനത്തെ ഒരു റൂൾ ഇല്ല. മീൻസ് ഇങ്ങനെ ഇതിനെതിരെ ഉള്ള രീതിയിൽ കേസെടുക്കാൻ പറ്റത്തില്ലേ? കേസെടുക്കാം. പുറത്തിറങ്ങിയ കുണ്ടെന്ന് വിളിക്കും നമുക്ക്. ഞാൻ പ്രേമിക്കുന്ന പെണ്ണ് വരെ നെട്ടേച്ച് പോയിപ്പോ. അല്ല ഓളെ പ്രപ്പോസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അല്ല സാറേ ആള് മെന്റലി ഭയങ്കര അത്രയും ഇതായിട്ടാണ് പറയുന്നത്. അതാണ് നമുക്ക് ഈ വടിയൊക്കെ സാറേ വടിയൊന്നും കൊടുക്കില്ല. അവന്റെ എല്ലാം വേറെ എന്തെങ്കിലും ചെയ്യും. അല്ല അവനൊരു കുത്തുത്തോ. ആളെ വിളിച്ചിട്ടുണ്ട് സാറേ. നാളെ ഒന്ന് സംസാരിക്കും. ഒന്ന് എൻക്വയറിയോ ഒന്ന് സംസാരിക്കുള്ളൂ. ഇവന്റെ അനുവാദം ഉണ്ടായെന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ ശരിക്കും ഉണ്ടായത് അങ്ങനെയല്ല. ശരിക്കും ഇവനെ യൂസ് ആണ് ചെയ്തത്. അത് തന്നെ. നീ ഒന്ന് കറക്റ്റ് പറയടാ. നീ ഒന്ന് പറ. നീ എങ്ങനെയാണ് അല്ലല്ല അങ്ങനെ ഡീപ്പായിട്ടല്ല. നീ സീൻ കറക്റ്റ് പറ സാറേ. ഞാൻ പറഞ്ഞു അതല്ലേ അതിനുള്ള മുന്നേ അതിനുള്ള ഇതൊന്നും ഇല്ല. 2 സെക്കൻഡ് അതിന്റെ മുന്നേ കഴിഞ്ഞിക്കല്ല. നടക്കൂല സാറേ. ഇതിന് വേറെ ആർക്കും ഉണ്ടാവാൻ പാടില്ല. ഈ ഒരു ഇത് പ്രപ്പോസ് ചെയ്യാനല്ല സാറേ. എങ്ങനെയാണെങ്കിൽ അവനെ വിളിച്ചോക്കട്ടെ. അവനോട് എല്ലാരും ഒപ്പം ഇറങ്ങാൻ പറയാം. ഓട്ടോമാറ്റിക് ലോക്കാ. സാറിനെന്താ ഞാൻ പറഞ്ഞു വിശ്വാസം ഇല്ലാത്ത പോലെ? എനിക്ക് വിശ്വാസാ. മൈക്ക് സൗണ്ട് കുറവാണ്. എന്റെ സൗണ്ട് കുറവാണ്. ഹലോ മാനമാണ് പ്രശ്നം. എന്റെ മാനഹാരി
ആണെന്ന് പണിട്ടും കേസ് എന്ത് ഇത് എടാ വിളിക്കണ്ടാ. പോലീസാ ആ പോലീസല്ല എത്ര കണ്ടത് വാ മൂവ് ചെയ്യണം കേട്ടോ ഇത്. സാറേ, സാറേ victim ഇതാണ്, victim. സാറേ, victim അല്ല, accused. ഹലോ സാറേ Sorry, എടാ സാറ് എടാ സാറ് ചോദിക്കാൻ അനുസരിച്ച് ഉത്തരം പറയണം. ഇച്ചിരി അങ്ങോട്ടേക്ക് സംസാരിക്കല്ലേ, തോക്കിയോടിക്കല്ലേ. സാറിനെതിരെ ഒരു കംപ്ലൈന്റ് ഉണ്ട്. ഒരു പിന്നെ ബാക്ക് സ്റ്റാബ് ചെയ്തത്. ഒന്നും ചെയ്തില്ല വെയിറ്റ് എല്ലാം പറഞ്ഞുതരാൻ. ആ സാറേ കേക്കുന്നുണ്ടാ? അതെ, നീ ഇവിടത്തെ മറ്റെന്തോ നാടുപണിയാണോ? എന്തിനാര് പറയും? അല്ല, നീ ഒരുത്തനെ നടുറോടിയിട്ട് പണിയിട്ട് നീ കസേര കിട്ടിയിരിക്കണ ഇവിടെ. തെറ്റ് ചെയ്തിട്ടില്ല നമുക്ക് അത്ര തവണമായിട്ട് കോൺഫിഡൻസ് ഉണ്ടോണ്ടല്ല ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നില്ല. ഇങ്ങനെ ഇരുന്ന് സംസാരിക്കോ? സാർ കണ്ടാ? സാറിന്റെ തെരുവുണ്ടാ തെളിവ് സാറേ. സാറേ, എന്റെ കുടുംബത്തില് എന്റെ റൂമിന്റെ അകത്ത് വെച്ചിട്ടാണ് ഇത് നടന്നത്. എന്റെ ക്യാമറ പ്രൂഫ് ഉണ്ട്. എന്നാ ക്യാമറ കാണിക്കും ചന്ദ്രു, ക്യാമറ കാണിക്കും. ഞാൻ സാറിനെ എന്ത് സംഭവിച്ച സാറിനെ കാണിച്ചു. എടാ, സാറിനെ ഞാൻ പറയുന്നേ കണ്ട് സാറേ ഞാൻ പറയുന്നേ കാണിച്ചു. ഞാൻ പറയുന്നേ എന്താ സംഭവിച്ചത്? സാറ് ഒരു സംസാരം ഇല്ല. ഇതെല്ലാം കള്ള ഇപ്പൊ ജീവിക്കുന്ന കാര്യം. വെയിറ്റ് ആക്കി ഞാൻ പറയുന്നേ ക്യാമറ എടുത്ത് ഞാൻ സാറിനെ കാണിച്ചു. അന്നേരം നിന്റെ ഇല്ല ഇല്ല ഇത് സമ്മതിക്കൂല സാറേ. ഞാൻ പറയുന്നേ സാറേ ഞാൻ പറയുന്ന നിങ്ങ പറഞ്ഞില്ലേ എന്താ കള്ളന്മാർക്കും പറയാം. പക്ഷേ നല്ലവനായ പറയണ്ടേ? അല്ല ഞാൻ കക്കലെല്ലാം ഉണ്ട്, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ ഇല്ല കള്ളന്മാർന്ന് ഞാൻ ഇതാക്കലുണ്ട്. ഞാൻ പറഞ്ഞുതരാം, ഞാൻ കക്കലുണ്ട്, അതിനുണ്ടാ കള്ളെന്ന് പറഞ്ഞ. ഞാൻ പറഞ്ഞുതരാ സാറേ എന്താ സംഭവിച്ചത്. ആദ്യം നമ്മൾ ഹോളിലുണ്ടാകുമ്പോ ഇസ്മായിൽ എന്ന് പറയുന്ന ചങ്ങയെ കത്തിപ്പോയി. അപ്പം അവിടെ ഇരുന്നപ്പോ ഞാൻ പറഞ്ഞ് വീട്ടിൽ ആരുമില്ല. ഞാൻ ഒരു കാര്യം ഇസ്മായിലിന്റെ നാളെ മെയിൻ ബാങ്കിന്റെ ക്യാമറ ഞാൻ കണ്ടതാ ലിറ്റ് ലോക്ക് അടിക്കുന്നത്. ഇസ്മായിലിന്റെ നീയമ്പാടി ആദ്യമായിട്ടല്ലേ ഇത്? ഇപ്പോഴത്തെ പ്രശ്നം അപ്പൊ ഇപ്പോഴത്തെ പ്രാവശ്യം അവൻ കേസ് കൊടുത്തത്. സാറേ ഞാൻ പറയുന്നത് നമ്മെല്ലാരും പെർമിഷൻ കൂടി ചെയ്യും സാറേ. ഞാൻ ആരും പീഡിപ്പിക്കൂല പറയുന്നൊക്കെ. ഞാൻ പറയുന്നത് നിന്റെ പെർമിഷൻ ഞാൻ പറയുന്നൊക്കെ ചന്ദ്ര എപ്പോഴും നിങ്ങൾ എന്നെ മുട്ടിക്കൊണ്ടിരിക്കുന്നു. ആ പറയ് ചന്ദ്ര, നീ പെർമിഷൻ കൊടുത്തായിരുന്നാ? ഇല്ല ഇത് പോരേണ്ട പെർമിഷൻ ആയിട്ട് കൊടുക്കേ. എന്താ കൊടുത്തത്? എന്താ കൊടുത്തത്? സാറേ പൈസ ഞാൻ പറഞ്ഞ ഫണ്ണായിട്ട് ആദ്യമാണെന്ന് പറഞ്ഞിട്ട് കുഞ്ഞു എന്ന് തന്നു സാറേ ഞങ്ങൾക്ക്. ഫണ്ടിന് കുഞ്ഞെടുത്താ അപ്പൊ നിന്റെ അച്ഛൻ നിന്റെ ഫ്രണ്ടിൽ കുനിയ സാധനം എടുത്തു, നീ അച്ഛനാ ചെയ്യോ? ആ പന്നി വരും. ഓ ഇത് വേറെന്തോ ഇവ സാറ് ഇപ്പൊ എന്നോട് പെർമിഷൻ ചോദിച്ചിട്ട് ഞാൻ ചെയ്ത് ഞാൻ സാറിനും പണി വരും. പക്ഷെ ഞാൻ ആരും പെർമിഷൻ ഇല്ലാണ്ട് ഞാൻ ചെയ്യൂല. അത് മുച്ചേന്റെ കാറ് മേടിച്ചരാന്ന് വല്ലതും പറഞ്ഞാ? അല്ല സാറേ സാറേ ഐഫോൺ മേടിച്ചരാ. എന്റെ പൊന്ന് സാറേ ഒന്നും പറഞ്ഞില്ല. ഫ്രീയാ ഞാൻ കുനിഞ്ഞപ്പോഴത്തേക്കും പ്ലക്കി വിട്ടെന്നാ. ഇല്ലായ്മ പറയുന്നോറാ ശൈത്താനെ. ഇങ്ങനെ പ്ലക്കിക്കോ ഇല്ലയോ ആറ്റ ചോദ്യം. നിന്നെ പ്ലക്കിട്ടുണ്ട് പ്ലക്കിറ്റ് ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എങ്ങനെ പുടിച്ചു നിർത്തിട്ട് പ്ലക്കുന്നേ സാറേ? അവൻ പ്ലക്കി നീ പറഞ്ഞു അവൻ നിന്നെ ചെയ്തതാണോ? അല്ലല്ല ഞാനൊരു പെർമിഷൻ ചോദിച്ചിട്ട് ഞാൻ അവനെ പ്ലക്കി ഇല്ല സമ്മതമുണ്ട്. എന്താ കൂടെ നിന്നിട്ട് ഊമ്പിക്കുന്നോറാ ചെയ്ത്താനെ. കൂടെ നിന്നിട്ട് ഊമ്പിച്ച് ചന്ദ്രു ഇതെന്താ ഇത്? ഞാനൊക്കെ സാറേ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല സാറേ. തെറ്റ് ചെയ്തല്ലേ ചെയ്തെന്ന് പറയാൻ പറ്റും. നീ തന്നെ പ്ലക്കി പെട്ട് നല്ല വില പ്ലക്കി പെട്ടിട്ടുണ്ട്. ആ പക്ഷെ ഓന്റെ പെർമിഷൻ ഉണ്ട്. എന്റെ പൊന്നെണ്ണ ഞാൻ സ്ട്രൈറ്റ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ആ സ്ട്രൈറ്റാ കണ്ടാ അതായത് വിക്ടിമിന്റെ കുടുംബനാഥനാണ്. അല്ല ഇപ്പൊ സാർ എന്താ ചെയ്യുന്നേ? എന്താ ചെയ്യുന്നത്? എനക്ക് നഷ്ടപരിഹാരം വേണം. എന്റെ മാനഹാരി എല്ലാം പോയിക്ക്. എനിക്കിപ്പോ പെണ്ണ് സെറ്റ് ആവുന്നില്ല. എനിക്കൊരു പെണ്ണിന് സെറ്റ് ആയി തരണം സാറ്. ഇല്ല അത് പോയി അതൊന്നും പറഞ്ഞു തരില്ല. പെണ്ണിനെ വേണ്ട. ഇത് ഇതായിട്ട് ഇത് ഒഴിവാക്കി
സംസാരിക്കാം ഏ? വാ സാറേ വാ 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 സാറേ അയ്യോ, പേര് എനിക്ക് പോയ എളുപ്പമായി. പോലെ കുനിയല്ലേ സാറേ പേര് എല്ലാം റെഡിയാണ് കുനിയരുത് സാറേ കുനിയരുത് സാറേ, വാ, വാ. പറഞ്ഞാ പ്ലക്കു ഉറപ്പാവാൻ പ്ലക്കു സാറേ ചെറിയ റൂമാണ് ബെൽത്ത് വേണ്ട അണ്ണ എന്താ ഈ അണ്ണ സാറേ വാ രക്ഷപ്പെടാം. ഓഫ് ഡ്യൂട്ടി അല്ലേ വാ സംഭവം ഇതിപ്പോ ഞാൻ കുറച്ചിവിടെ ഇല്ലായിരുന്നു. ഇത് സംഭവം വേറൊന്നുമില്ല. ഇപ്പൊ അവൻ പറയണെന്ന് വെച്ചാ അവൻ ഫോഴ്സ്ഫുള്ളി ചെയ്ത അല്ല, അവൻ അല്ലാണ്ട് സാറിനോടൊന്ന് അല്ല പറയുന്നത്. സാറിന് ഞാൻ ട്രയൽ കാണിച്ചു തരാം വാ എന്താ നടന്നേന്ന് ബാബാ സാറേ അവൻ അത് വീഡിയോ ഞാൻ കണ്ടിക്കണേ. ഏ സാറിനെ കൊണ്ടുവന്ന് ട്രയൽ ഒന്നുപാടി കാണിച്ചു തരുമോ? ആ വാ 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 അല്ല ഇവര് നിങ്ങൾ രണ്ടുപേരും കൂടെ ഇത് സാറ് നടന്നതെന്ന് ഒന്ന് കാണിക്കാൻ പറ്റുമോ? അല്ല രണ്ടുപേരും കൂടെ എന്താണ് ചെയ്തതെന്ന് കാണിക്കാൻ പറ്റുമോ? സാറിന് ഞാൻ കാണിച്ചു തരാം എന്താ നടന്നേന്ന് ബാ സാർ ഒറ്റ കുടുംബത്തലവനല്ല സൈറ്റ് ഞാൻ പറഞ്ഞുതരാം, അവിടെ കയറി നോക്കിയാൽ ആര്? കാണാൻ പറ്റും. ഇതെന്തിന് രണ്ടാമത് ചന്ദ്ര കാണുന്നത്? ചന്ദ്രന് വേണ്ട ചന്ദ്രന് വേണ്ട സാറേ ഞാൻ കാര്യപ്പെട്ടു സാറേ, ഇവര് എന്താ രണ്ടുപേരും ചെയ്തെന്നുള്ള രീതിയിൽ ഒരു act സാറ് പറയുന്ന എന്നുള്ള ചന്ദ്രമായിട്ട് രീതിയിൽ ട്രയൽ കാണിച്ചു ചെയ്ത് നോക്കാം. പോലീസുകാർക്കല്ലേ ഞങ്ങൾക്ക് തെളിയിക്കണ്ടേ വാ സാറിന് ഞാൻ കാണിച്ചു ഞാൻ തരാം. പോയില്ല ഇനി സാറ് പോ സാറ് പോ ആ സാറ് വാ എന്താ സാറ് നിക്ക്, സാറ് ഒന്ന് നിക്ക്. കാണിച്ചു അത് തരാം. പേടിയാണ് already ഇത്. മാനാരിയുണ്ട് തലയില് ഇനി മാണ്ട എടാ, മുച്ചിരി നിന്റെ കളിപ്പുള്ളല്ലേ മനസ്സിലായ? നീ ചുമ്മാ അല്ലല്ല. പറയായിരുന്നു. അല്ല, പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ ഇപ്പൊ നീ നീ എടാ, ഞാൻ ഒരു കാര്യം ചോദിച്ചു അങ്ങോട്ട് പറയട്ടെ നിന്റെ അടുത്ത്. ചന്ദ്ര പറയുന്ന പോലെ ചെയ്യാം ചന്ദ്ര പറയും ചന്ദ്ര നീ എന്തിനാ അവൻ അനാവശ്യമായിട്ട് ബാറ്റ ചെയ്തേ? അവൻ പറഞ്ഞു അവനോട് സമ്മതം ചോദിച്ചു എന്റർടൈൻമെന്റിന് അവൻ വേണ്ടി സമ്മതമല്ല എന്നാണ് പറയുന്നത്. അവൻ പിന്നെ സമ്മതമല്ലായിരുന്നു. എന്നാ ഞാൻ ഈ മൊറ്റ മണ്ടനെ ഞാൻ നോക്കാം നല്ല ഏതെങ്കിലും കരുത്തനെ നോക്കി ഞാൻ ഫോഴ്സൊക്കെ ചെയ്യൂലേ ഈ മൊറ്റ മണ്ടനെ ഞാൻ നോക്കോ നീയല്ലേ പറഞ്ഞ common sense ഉപയോഗിക്ക്. എന്റർടൈൻമെന്റ് ചെയ്യണമെന്ന്. ആ ഈ മൊറ്റ മണ്ടനെ നോക്കലോ നല്ലത് ചെയ്യില്ല ഫോഴ്സ് ആക്കി ചെയ്യുന്നെങ്കിൽ ഇപ്പൊ ഒരു ഉദാഹരണത്തിന് മേക്കനെല്ലാം എടുത്ത് പണ്ണൂലേ ഞാൻ അവനല്ലേ എന്ത് ചെയ്യലാ നോക്കിയ വേറെന്താ അസുഖം? ശരിയല്ലേ? ഞാൻ പോട്. നമ്മുടെ കുടുംബത്തിൽ ഗേണ്ട ദോഷം പറഞ്ഞേക്ക് എനിക്ക് ഇനി ഒന്നും പറയില്ല. ഞാൻ വിളിച്ചു പറയാം. കണ്ടില്ലേ ഇനി തലയൊന്നും മാണ്ടാലോ ഓന് വർത്തനം കണ്ടില്ല നിങ്ങള് ഇല്ല ചെയ്തിട്ടില്ല ഓൻ LGBT ഇല്ല ഓൻ വേറെന്തോനാ അത് വലിയെന്തോനാ സാറേ സാറേ നമ്മള് കേസ് അവനൊരു പെണ്ണ് കെട്ടിക്കണ്ടേ? അവനൊരു പെണ്ണോട്ട് ചെറുത്താൻ പെണ്ണല്ലേ ഓൻ ആണ് കെട്ടിച്ചു കൊടുക്കണം. നമ്മളെ അണ്ണനടുത്ത് സംസാരിച്ചിട്ടേ ഇതിന്റെ അകത്തൊരു തീരുമാനം ഉണ്ടാക്കാം. ഇതാളെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഫോർമൽ ചേഞ്ച് ഒക്കെ വരും സാറേ. എന്താ വെച്ചാൽ ഒന്നെങ്കിൽ ഇനിയിപ്പോ ഞാൻ പറ്റിയത് രണ്ട് പറ്റി ഇത് പറ്റിപ്പോയി. ഇപ്പൊ എന്താ വീഡിയോ പോയിട്ട് നോക്കാം. വെട്ടിക്കളഞ്ഞാൽ മതി. എന്ന് പറഞ്ഞ മേക്ക എന്റെ അടുത്ത് വരാണ്ടിക്കല്ലേ ഞാൻ ഒരു ഇത് പറഞ്ഞത് എക്സാം നിന്റെ കൂടെ അളിയ ശരി സാറേ ഞാൻ പോയിട്ട് ഓക്കെ ഓക്കെ എന്തേലും